ഹലോ. അപ്പോൾ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് പിറ്റേന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയായിപ്പോയി. അപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾ ചിന്നമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നു. പിന്നെ ചിന്നമ്മയുടെ വീടിൻ്റെ തൊട്ട് മുകളിലാണ് മാങ്കോട് ഹോസ്പിറ്റൽ. കാരണം എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ കൈക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ വലത് കൈയുടെ വേദന വന്നിട്ട് ഞാൻ മുമ്പ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് കൈക്കും വേദനയും കൈയുടെ അകത്ത് പെരുപ്പമൊക്കെ ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. രാത്രിയായി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. ആ രീതിയിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എന്തായാലും നോമ്പ് കഴിയട്ടെ എന്ന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. ആ ഒരു അത്രത്തോളം എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ വന്നുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് രാവിലെ തന്നെ. പിന്നെ പൊന്നൂന് ചുമയായതുകൊണ്ട് അവളെയും കൂടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ തൈറോയിഡൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ഒരു 3 മണിക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബ്ലഡൊക്കെ കൊടുത്തിട്ട് പിന്നെ തിരിച്ച് വന്നു. അപ്പോൾ പൊന്നൂനുള്ള മെഡിസിൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ 3 മണിയെന്ന് പറഞ്ഞെങ്കിലും ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ട് റിസൾട്ട് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കുമ്പോൾ റിസൾട്ട് അൽഹംദുലില്ലാ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം നോർമലാണ്. പക്ഷേ വേദന എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ കഴുത്തിൽ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ വേദന വരും. അതെന്തായാലും 10 ദിവസം മെഡിസിൻ കഴിച്ചിട്ട് അതിൻ്റെ എക്സ്റേ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ പൊന്നൂന് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ നമുക്ക് മരുന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ എപ്പോൾ വന്നാലും ഞങ്ങൾ ചിന്നമാരെ വീട്ടിൽ വരുമ്പോൾ പിള്ളേർ വന്ന് ഇവിടെ ഇരുന്ന് പാർക്കിൽ വെറുതെ വരാറുണ്ട്. ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന കുട്ടിയൊക്കെ ആയാലും പോലെ വന്ന് പാർക്കിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബോറടിയൊന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും മെഡിസിൻ കഴിച്ച് നോക്കട്ടെ, കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.